അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോകുന്നത് ആൻഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അർജുൻ നയിക്കുന്ന MSPയുടെ പെട്രോൾ നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെട്രോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ജൂനിയർ NCC ബോയ്സിന്റെ മൂന്നാമത്തെ പ്ലറ്റൂൺ SPC ബോയ്സിൽ MSP ഇംഗ്ലീഷ് മീഡിയത്തെ നയിക്കുന്നു അശ്വിൻ M. അതുപോലെ തന്നെ ഞാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിജിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹം സമ്മതിച്ചു പൊന്നാനിയിൽ നിന്ന് കാടാമ്പുഴ വഴിക്ക്, അതുപോലെ കുറ്റിപ്പുറം വഴിക്ക്, കോട്ടക്കൽ വഴിക്ക്, മഞ്ചേരി, അരീക്കോട്, വൈക്കടവ്, ഊട്ടിയിലേക്ക് ഒരു നാഷണൽ ഹൈവേക്കുള്ള ഒരു പദ്ധതിക്ക് അവർ തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് കൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. 100 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റിൽ അത് നീക്കിവെച്ചുള്ളത്. സ്ഥലം കണ്ടെത്തി ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് 100 കോടി രൂപ ചെലവിൽ മലപ്പുറത്ത് ഒരു ഫുട്ബോൾ അക്കാദമി ഉണ്ടാവും. അതുപോലെ തന്നെ മലപ്പുറത്ത് ജില്ലയുടെ ആസ്ഥാന സ്ഥലത്ത് ഒരു ക്യാൻസർ ആശുപത്രി വരാൻ പോവുകയാണ്. ഇതിനൊക്കെ പറയുമ്പോൾ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ നാട്ടിലെ എല്ലാവരോടും പറയാനുള്ളത്, പരമാവധി സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ കൂടി ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മലപ്പുറത്ത് ഒരു റവന്യൂ ടവർ കളക്ടറേറ്റിൽ 80 കോടി രൂപ ചെലവിൽ ഒരു റവന്യൂ ടവർ ഈ ബഡ്ജറ്റിൽ അത് പണം വെച്ചു. അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയി. ഇനി അതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും കിട്ടിയാൽ ഉടൻ തന്നെ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.